നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഭാഷാ പരിവാറാണ് പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക, കാരണം സിലബസിൽ ഭാഷാ പരിവാർ വന്നിട്ടുണ്ട്. എക്സാം ഒക്ടോബർ 1 എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ജസ്റ്റ് എന്താണ് ഭാഷാ പരിവാറെന്നും ഏതൊക്കെയാണ് ഭാഷാ പരിവാറെന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ऐसी भाषाओं का समूह जिनका जन्म किसी एक मूल भाषा से हुआ हो भाषा परिवार कहलाती है. അല്ലേ? എന്താണ് ഭാഷാ പരിവാർ എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഭാഷാ പരിവാർ? ഭാഷാംക സമൂഹമാണ് അല്ലേ? ഐസി ഭാഷാംക സമൂഹ്. ഭാഷാ പരിവാർ എന്ന് പറയുന്നത് ഭാഷകളുടെ സമൂഹമാണ്. ഒരു മൂലഭാഷയിൽ നിന്ന് ജന്മം കൊണ്ട ഒരുപാട് ഭാഷകളുടെ ഒരു സമൂഹമാണ് എന്ത് പറയുന്നത്? ഭാഷാ പരിവാർ എന്ന് പറയുന്നത്. അപ്പോൾ ഭാരത് മേ മുഖ്യതഃ 5 ഭാഷാ പരിവാർ ഹെ. അപ്പോൾ ഭാരതത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ മുഖ്യമായും പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് 5 ഭാഷാ പരിവാറാണ്. ഏതൊക്കെയാണ്? ഭാരതീയ ഭാഷാ പരിവാർ, ദ്രവിഡ് ഭാഷാ പരിവാർ, ഓസ്ട്രിക് ഭാഷാ പരിവാർ, ചീനി തിബത്തി ഭാഷാ പരിവാർ, ആൻഡമാനി ഭാഷാ പരിവാർ. അപ്പോൾ ഈ 5 ഭാഷാ പരിവാറും നമ്മൾ മനസ്സിലാക്കി വെക്കുക, ബൈഹാർട്ടായി തന്നെ പഠിച്ചു വെക്കുക. നമുക്ക് മനസ്സിലാക്കിയ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഭാരതീയ, ദ്രവിഡ്, ഓസ്ട്രിക്, ചീനി തിബത്തി ആൻഡ് ആൻഡമാനി ഭാഷാ പരിവാർ. അപ്പോൾ ഭാരതീയ ഭാഷാ പരിവാറാണ് സബ്സെ ബഡി ഭാഷാ പരിവാർ എന്നും പ്രത്യേകം ഓർത്ത് വെക്കുക. നമ്മുടെ ഹിന്ദിയൊക്കെ ഭാരതീയ ഭാഷാ പരിവാറിൽ വരുന്ന ഭാഷയാണ്. അപ്പോൾ ഭാരതീയ ഭാഷാ പരിവാറിൻ്റെ ആദ്യത്തെ പേരെന്താണ്? ഇന്തോ ഇറാനി ഭാഷാ പരിവാർ എന്നാണ് ഭാരതീയ ഭാഷാ പരിവാർ ആദ്യം അറിയപ്പെട്ടത്. അതിൽ നിന്ന് വിഭജിച്ചിട്ടാണ് ഭാരതീയ ഭാഷാ പരിവാറായി മാറിയത്. മനസ്സിലായല്ലോ? അപ്പോൾ ഭാരതീയ ഭാഷാ പരിവാറിൽ വരുന്ന ഭാഷകളാണ് ഹിന്ദി, അംഗ്രസി, ഉറുദു, സ്പാനിഷ്, ജർമ്മൻ, റൂസ്, പാലി, പ്രാകൃത, അപഭ്രംശ്. അപ്പോൾ പാലിയും പ്രാകൃത, അപഭ്രംശ് ഹിന്ദീൻ്റെ ഏത് ഭാഷകൾ ചോദിച്ചാലും എന്താ പറയണ്ടേ? നിങ്ങൾ പറയണം ഭാരതീയ ഭാഷാ പരിവാറാണ്. അതിൽ ഹിന്ദി ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഭാരതീയ പരിവാറാണ് ഉത്തരം എഴുതേണ്ടത്. ദ്രവിഡ് ഭാഷാ പരിവാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ദക്ഷിൺ ഭാരതമാണ്. ദക്ഷിൺ ഭാരതം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഈ ഒരു 4 സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്ന ഭാഷകളാണ് ദ്രവിഡ് ഭാഷാ പരിവാറിൽ വരുന്നത്. അതായത് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഈ 4 ഭാഷകളാണ് ഇതിൽ വരുന്നത്, ദ്രവിഡ് ഭാഷാ പരിവാറിൽ വരുന്നത്. അതിൽ സബ്സെ ബഡി ഭാഷ എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക, ദ്രവിഡ് ഭാഷാ പരിവാറിൽ സബ്സെ ബഡി ഭാഷ എന്ന് പറയുന്നത് തമിഴാണ് കൂടുതൽ പേരും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് തമിഴെന്ന് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഓസ്ട്രിക് ഭാഷാ പരിവാർ. ഓസ്ട്രിക് ഭാഷാ പരിവാർ എന്ന് പറയുന്നത് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീസ, ആസാം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പോൾ ഭാഷ എന്ന് പറയുമ്പോൾ സന്താലി, മുണ്ടാരി, ഖഡിയ, സാബ്ര അങ്ങനെ പറയുന്ന ഭാഷകളാണ് ഇതിൽ വരുന്നത്. സന്താലിയാണ് ഓസ്ട്രിക് ഭാഷാ പരിവാറിലെ വലിയ ഭാഷ എന്ന് പറയുന്നത് കേട്ടോ, സന്താലി. ഈ ഒരു പോയിന്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താ? ചീനി തിബത്തി ഭാഷാ പരിവാർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ചീനി ഭാഷ ഏതാണ്? മന്ദാരിനാണ്. തിബത്ത് ആ ഒരു മേഖലയിൽ സംസാരിക്കുന്ന ഭാഷകളാണ് ചീനി തിബത്തി ഭാഷാ പരിവാർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിലെന്താണ് 7 സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. 7 സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, ത്രിപുര ഓർ ആസാം. ഈ ഒരു 7 സ്റ്റേറ്റാണ് 7 സിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ചീനി തിബത്തി ഭാഷാ പരിവാറിൽ നിങ്ങൾ 7 സിസ്റ്റർ എന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, ത്രിപുര, ആസാം ഈ ഒരു സംസ്ഥാനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളാണ് ചീനി തിബത്തി ഭാഷാ പരിവാറിൽ വരുന്നത്. അതായത് നാഗ, മിസോ, മണിപ്പൂരി അങ്ങനെ പറയുന്ന ഭാഷകളാണ് ഇതിൽ വരുന്നത്. തിബത്തി എന്നൊക്കെ പറയുന്ന ഭാഷകളാണ് ചീനി തിബത്തി ഭാഷാ പരിവാറിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ആൻഡമാനി ഭാഷാ പരിവാറാണ്. അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഭാഷകളാണ് ഇതിൽ വരുന്നത്. അതും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഹിന്ദി എന്ന് പറയുമ്പോൾ എന്താണ്? വിയോഗാത്മക വിശ്ലിഷ്ട ഭാഷയാണ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഭാഷാ പരിവാർ 5ആണ്. ഭാരതീയ ഭാഷാ പരിവാർ ഏറ്റവും വലിയ ഭാഷാ പരിവാറാണെന്നും പിന്നെ ദ്രവിഡ് ഭാഷാ പരിവാറിൽ വരുന്നതാണ് നമ്മുടെ ദക്ഷിൺ ഭാരത, അതായത് മലയാളം, തമിഴ്, കർണാടക, അതായത് കന്നഡ,
തെലുങ്ക് ഈ 4 ഭാഷകളാണ് ദ്രവിഡ് ഭാഷാ പരിവാറിൽ വരുന്നതെന്നും മനസ്സിലാക്കി വെക്കുക. എല്ലാ 5 ഭാഷാ പരിവാർ നന്നായിട്ട് മനസ്സിലാക്കണം. ഭാരോപ്പീയ, ദ്രവിഡ്, ഓസ്ട്രിക്, ചീനി, തിബത്തി ആൻഡ് അന്നമാനി ഭാഷാ പരിവാർ. അപ്പോൾ ഭാഷാ പരിവാർ ജസ്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.